എനിക്കൊരു വാദമുണ്ട്. നബി തങ്ങൾക്ക് മൃഗത്തിൻ്റെ സംസാരം അറിയുമായിരുന്നു എന്നാണ് എൻ്റെ വാദം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൃഗങ്ങളുടെ സംസാരം അറിയാമായിരുന്നു. അപ്പോൾ അതിന് തെളിവായിട്ട് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നിന്നുകൊണ്ട് ഒരൊട്ടകം കരഞ്ഞാൽ വെള്ളം കിട്ടിയില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? അതിനിപ്പം മൃഗത്തിൻ്റെ സംസാരമൊന്നും അറിയണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം. അപ്പോഴാണ് അതിൻ്റെ രണ്ടാം ഭാഗം. എന്താ രണ്ടാം ഭാഗം? ഇന്ദക്കല്ലബിയുന്നഫൂറു. അത് വേറൊരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നിരിക്കുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ മാന് കരഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു ചെന്നു വേട്ടക്കാരനോട് പറഞ്ഞു, വേട്ടക്കാരാ, ഈ മാനിന് ചെറിയ കുട്ടികളുണ്ടെന്നാണ് അത് പറയുന്നത്. ഇത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം തൻ്റെ കുട്ടികൾക്ക് ഒന്നുകൂടെ മുല കൊടുത്ത് സമ്മതം വാങ്ങി മടങ്ങി വരാമെന്ന് ഈ മാൻ എന്നോട് പറയുകയാണ് വേട്ടക്കാരാന്ന് പറഞ്ഞു. വേട്ടക്കാരൻ ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മാന് കാട്ടിക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരിക എന്ത് പൊട്ടത്തര ഈ പറയണതെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വേട്ടക്കാരാ, അത് എന്തായാലും മടങ്ങി വരാമെന്ന് എന്നോട് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങാനും ഈ മാന് മടങ്ങി വരാതിരുന്നാൽ മാനിന് പകരമായി നിന്നെ ഞാൻ അറുക്കും, സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സമ്മതാണ് കാരണം. ഇത് ഈത്തപ്പനത്തോട്ടത്തിൽ ഒട്ടകം നിറൊഴിച്ചപ്പോൾ വെള്ളം കിട്ടായിട്ടാണ് എന്ന് പറഞ്ഞ മാതിരിയാണെങ്കിലേ അറക്കാൻ നിന്നൊടുക്കാൻ ഏതായാലും കഴിയൂല. സമ്മതാണ് പറഞ്ഞു. മാനിനെ വിട്ടു. മാൻ കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്നപ്പോൾ മാനിൻ്റെ കുട്ടികൾ മാനിനോട് പറഞ്ഞു എന്നാണ്, ഉമ്മ, നിങ്ങൾ പോയ സമയത്ത് വേറൊരു ഉമ്മ വന്ന് ഞങ്ങൾക്ക് മുല തന്നിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങളെ ജാമ്യം നിർത്തിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ചെല്ലാൻ നേരം വയ്ക്കിയാൽ ആ ജൂതൻ നബി തങ്ങളെ ആക്ഷേപിക്കും. അതിനാൽ വേഗം പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ്. അങ്ങനെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുമ്പോൾ മാൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാണ് ജൂതൻ ഇസ്ലാം സ്വീകരിച്ചത് എന്നതാണ് താരീഖ്. അതാണ് വഅതാക്കൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക അല്ലബിയുൻ നഫൂറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മഹാനവറുകളെ പട്ടാളക്കാരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പട്ടാളക്കാർ ചേരിതിരിയുകയും അങ്ങനെ അവസാനം ശത്രുക്കൾ വെട്ടുകയുമാണ് ചെയ്യുന്നത്. വെട്ടേറ്റിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ ഭാര്യ കണ്ടു വന്നു. വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ വെള്ളം വേണ്ട, നോമ്പുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചില്ല. മഗ്‌രിബ് ബാങ്കിൻ്റെ സമയമായപ്പോൾ മദീനത്തെ പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടു എന്നാണ്. ഉസ്മാനെ വെള്ളം വേണോ എന്ന് മുത്തുനബിയുടെ ശബ്ദം സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിൻ്റെ രംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്തുള്ള രംഗമാണ്. ആ സമയത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കണത്. ആ സമയത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കിട്ടാനാണ് നമ്മൾ അധ്വാനിക്കണത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ ഒരാളുണ്ട്. ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ്. എന്താ കാര്യം?
ചാപ്പനങ്ങാടി വാപ്പൂലിലെ ദിക്റുകൾക്ക് കൊണ്ടുനടന്നതാ കാര്യം. കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടിയുടെ ദിക്റ് ഹൽക്ക കൊണ്ടുനടന്നു. ജീവിതകാലം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ ദുൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ചാപ്പനങ്ങാടിയുടെ ദിക്റ് ഹൽക്ക. വഫാത്താകുന്നതിന് മുമ്പ് മക്കളെയും പേരക്കുട്ടികളൊക്കെ വിളിച്ചിരുത്തി ചാപ്പനങ്ങാടിയുടെ ദിക്റ് ഹൽക്കാൻ നടത്തി. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു കോയക്കുട്ടി മുസ്ലിയാർ. നമ്മുടെ ജീവിതകാലത്ത് ഏറ്റവും രസകരമായി സന്തോഷകരമായി ഇടപഴകുന്നത് എന്ത് വിഷയമാണോ ആ വിഷയമായിരിക്കും മരിക്കുമ്പോൾ ചെയ്യാമെന്നാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ചെയ്യുന്ന പ്രവർത്തനം മരിക്കുമ്പോൾ ചെയ്യും. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണും. അത് ജീവിച്ചിരിക്കുന്ന ആളായാലും മരണപ്പെട്ട ആളായാലും ശരി. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഏതാണോ ആ വാക്ക് മരിക്കുമ്പോൾ പറയുമെന്നാണ്. മൻകാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് മരിക്കുമ്പോൾ പറയാനുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ ഞാൻ. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നതൊക്കെയാണ്. അതേ സമയത്ത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായില്ലെങ്കിൽ നരകത്ത് പോകുന്നതിന് അർത്ഥമില്ല. അടച്ചോൻ എൻ്റെ വാപ്പ മരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗാവകാശിയാണെന്നുള്ളതിന് തെളിവിട്ടി. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിട്ടില്ലെങ്കിൽ നരകാവകാശിയാണെന്നുള്ളതിന് തെളിവിട്ടില്ല. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണമെന്ന് ആഗ്രഹിക്കണം. ആവും വേണം, അല്ലാഹു തആല ആക്കി തരട്ടെ. ആരെങ്കിലും മരണപ്പെടുന്നു, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായില്ലെങ്കിൽ നമ്മൾ ടെൻഷനാവണ്ട. കാരണം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയില്ല എന്നത് നരകാവകാശിയാണ് എന്നതിൻ്റെ തെളിവല്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഒന്നിനും പറ്റൂല എന്നർത്ഥമില്ല. ഇത് സ്വർഗാവകാശിയാണ് എന്നതിൻ്റെ തെളിവാകുന്നേ ഉള്ളൂ. ചെല്ലിയില്ലെങ്കിൽ നരകാവകാശിയാകും എന്നതിന് തെളിവാവില്ല. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ എന്നാണ്, ആക്കിയാൽ എന്നല്ല. മൻ ഒരാൾ കാന ആയി ആഖിറു കലാമിഹി അയാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി ദഖലൽ ജന്ന എന്നാൽ സ്വർഗത്തിൽ കടന്നു. ആയാൽ എന്നാണ്, ആക്കിയാൽ എന്നല്ല. ആക്കലും ആകലും രണ്ടാണ്. ആക്കാൻ ആ നേരത്ത് കഴിയൂല, ആകലേ ഉണ്ടാവുള്ളൂ. ആക്കാൻ പറ്റിയൊരു നേരമല്ല അത്. അല്ലെ നമുക്കാർക്കും ഓർമ്മയില്ലായിട്ടത്. അത് ആക്കാൻ പറ്റിയ സമയമല്ല, ആയി കിട്ടണം. ആണ്ട് ഓട്ടോമാറ്റിക്കാണ്, ഇൻഫിആലാണ്. അങ്ങോട്ട് ആയി കിട്ടണം. അതിനെന്ത് വേണം? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരായിരിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണോ അതാണ് മരിക്കുമ്പോൾ പറയുന്നത്. അതിനെന്നെ ചാപ്പനങ്ങാടി ഉസ്താദ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലിച്ചത്. വളവന്നൂർ ബാഫഖി യത്തീംഖാന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സ്ഥാപിച്ചതാണ്. വളവന്നൂർ ബാഫഖി യത്തീംഖാന വളരെ സൂക്ഷ്മമായ മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനന്തരഫലമാണ് വളവന്നൂർ ബാഫഖി യത്തീംഖാന എന്ന് പറയുന്നത്. ഇന്നും റിസീവർമാരില്ല എന്നതാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് ആവശ്യമുള്ള ചിലവ് അവർക്ക് അങ്ങനെ വരലാണ്. ഒരേ സമയത്ത് പൊതുരംഗവും അതേ സമയത്ത് തന്നെ മതരംഗവും നോക്കി നടത്തിയ വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന മഹാനുഭാവൻ. അള്ളാഹു അവരുടെയൊക്കെ മദദ് ഫൈലാനിലെ നമ്മളിലേക്ക് വർഷിപ്പിക്കട്ടെ. മഹത്തുക്കളുടെ താരീഖുകൾ പറയുന്നത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പൂർവികരായ മുൻഗാമികളുടെ താരീഖ് പറഞ്ഞത് 2 കാര്യത്തിനാണ്. ഒന്ന് അതേമാതിരി ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എപ്പോഴും നടന്നോണമെന്നില്ല. നമുക്ക് അതേമാതിരി ചിലപ്പോൾ ആകാൻ പറ്റിക്കോണമെന്നില്ല. ആകാൻ പറ്റിയാൽ നല്ല തന്നെയാണ്. പറ്റുന്നതും ഉണ്ടാവും, പറ്റാത്തതും ഉണ്ടാവും, കഴിയണതും ഉണ്ടാവും, കഴിയാത്തതും ഉണ്ടാവും. ചില കാര്യങ്ങളൊന്നും കഴിഞ്ഞോണമെന്നില്ല. നിസ്കരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ കാലില്ലാത്തവന് ഒരിക്കലും കഴിയൂലല്ലോ. പൂതി വെക്കാനേ കഴിയുള്ളൂ. കാലില്ലാത്തവന് കഴിയൂല, അവനെന്തേ കഴിയുള്ളൂ? പൂതി വെക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതുപോലെ ആവാനാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്,
ഞാൻ എവിടെയും എത്തിയില്ലല്ലോ റബ്ബേ എന്ന് മനസ്സിലാക്കാനാണ് മുൻഗാമികളുടെ താരീഖ്. അത് വലിയ സംഗതിയുമാണ്.